ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പെസഹ അപ്പവും പാലുമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. എങ്കിൽ പിന്നെ നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ പച്ചരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെക്കണം. വൈകുന്നേരം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർപ്പിക്കണം. അതിനുശേഷം നമ്മൾ നന്നായി ആട്ടിയെടുക്കണം. 1/2 ഗ്ലാസ് ഉഴുന്നിന് 1 ഗ്ലാസ് പച്ചരി എന്ന കണക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ നെയ്യ് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് നമ്മൾ വറുത്തെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇതാക്കരുത്, നമ്മൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നമ്മുടെ എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം രണ്ടും കൂടി ഇട്ട് ഒരു വട്ടം കൂടി നമ്മൾ നന്നായി വറുത്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ശേഷം നമ്മുടെ പെസഹ അപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ അതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പുകയടുപ്പിലാണ് ചെയ്യുന്നത്, ഗ്യാസ് അടുപ്പിലല്ലേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായി നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പുറത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കുരുത്തോല കൊണ്ട് ഒരു കുരിശു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പെസഹ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലുണ്ടാക്കാം. പെസഹ പാലിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ശർക്കര എടുത്ത് നന്നായിട്ട് ചീകിയ ശേഷം നമ്മൾ ഇത് ഉരുക്കിയെടുക്കണം. നന്നായിട്ട് ഉരുക്കി 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം. ശേഷം ചുക്ക്, ഏലക്ക, ജീരകം ഇട്ട് നന്നായി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് ലാസ്റ്റത്തെ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ടിത് പൊടിച്ച ശേഷം ഇങ്ങനെ രീതിക്ക് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ 1-ാം പാലും 2-ാം പാലും എടുക്കണം. 1-ാം പാലിൽ 1 ഗ്ലാസ് വെള്ളവും 2-ാം പാലിൽ 2 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പെസഹ അപ്പം നമ്മൾ 3 എണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് ശർക്കരയിലോട്ട് നന്നായിട്ട് അരിപ്പൊടി ഇട്ട് നന്നായി ഒരു കുറുക്ക് പോലെ ആക്കി എടുക്കണം. നന്നായി കുറുകി ഒരു കുറുക്കിൻ്റെ ഇതുപോലെ നമുക്കത് കിട്ടണം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു കുറുക്കിൻ്റെ രീതിയിൽ നമുക്കത് കിട്ടണം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച പാല്. അത് നന്നായിട്ട് നമ്മൾ ഇട്ടിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് കുറുക്കിയെടുക്കുന്നുണ്ട്. അതിട്ടിട്ട് അങ്ങനെ 2-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ, അതായത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത പാൽ, ഇത് നമ്മൾ കുറേ സമയം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അത് കുറുകി വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അതും കൂടിയിട്ട് മിക്സ് ചെയ്യണം. നന്നായി നമ്മൾ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടത് ഇതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച ജീരകം അതൊക്കെ ഇട്ട് നമ്മൾ പൊടിയിട്ടതിന് ശേഷം നമ്മുടെ പെസഹ പാൽ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തൊരു കുരിശുകൊക്കെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പെസഹ അപ്പമാണ്. ഒരെണ്ണം നമ്മൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ ബൈ.